يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. യാ അയ്യുഹന്നാസു, ഒന്നാമതായി അവിടെ നാം ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് ദീർഘത്തിന് പറയാറുള്ളത്. 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. അന്നാസ് ഉച്ചരിക്കുമ്പോൾ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. യാ അയ്യുഹന്നാസ്. വല്ലദീന മിൻ ഖബ്ലിക്കും, അവിടെ മണിക്കേണ്ടതാണ്. ഇഖ്ഫാ ഹഖീഖി എന്നാണ് നിയമത്തിന് പറയാറുള്ളത്. സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് വന്നു. ഖാഫ് ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതിനു മുമ്പ് ഖലഖക്കും, അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഖാഫ് കാഫ് അടുത്തടുത്ത മഖ്റജിൽ നിന്ന്, ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങളാണ് ഇവ. അപ്പോൾ ഉച്ചരിക്കുമ്പോൾ നാം പരസ്പരം വ്യത്യാസം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ആയിരിക്കണം ഉച്ചരിക്കേണ്ടത്. ഒന്ന് ഖാഫാണ്, മറ്റൊന്ന് കാഫാണ്. ഖലഖക്കും, ഖലഖക്കും. ഖാഫ് കനപ്പിക്കേണ്ട അക്ഷരമാണ്. കാഫ് കട്ടി കുറയ്ക്കേണ്ട, തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമാണ്. അതേപോലെ ഖാഇനും കനപ്പിക്കണം. ഉഅ്ബുദു റബ്ബകുമുല്ലദീ ഖലഖക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെ നിർത്തുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2, 4, 6 ഖദ്ർ നീട്ടാൻ പറ്റുന്ന ദീർഘമാണ്. ഒരു രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റു ആയത്തുകളിലും അത് പാലിക്കണം എന്ന് മാത്രം. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയുടെ 20-ന് ശേഷമുള്ള ആയത്തുകളുടെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് 21-ാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈ ആയത്തിലെ വാക്കാർത്ഥങ്ങൾ: യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഉഅ്ബുദൂ, ആരാധിക്കുവിൻ, റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിന്, അല്ലദീ, യാതൊരുവനായ, ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, വല്ലദീന, യാതൊരുവരെയും, മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള, ലഅല്ലക്കും, നിങ്ങളായേക്കാം അല്ലെങ്കിൽ ആകുവാൻ വേണ്ടി, തത്തഖൂൻ, സൂക്ഷ്മത പാലിക്കും. അപ്പോൾ ഈ ആയത്തിന്റെ പൂർണ്ണമായ അർത്ഥം: ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവർ ആകുവാൻ വേണ്ടി അത്രേ അത്. ഇവിടെ ഈ സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്ത് അത് മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പനയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്
അത് മനുഷ്യ സമുദായത്തിന് മുഴുവനായും അവതരിച്ച ഒരു ഗ്രന്ഥമാണ്. ഖുർആനിന്റെ മാർഗദർശനം എന്ന് പറയുന്നത് അത് പൊതുവായിട്ടുള്ളതാണ്. അത് ഏത് തുറയിലുള്ള ആളുകൾക്കും സ്വീകരിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. വിശ്വാസികളാണോ അവിശ്വാസികളാണോ, അതല്ല കപട വിശ്വാസികളാണോ എന്ന് നോക്കാതെ, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്നവരാണോ, അതല്ല ഖുർആനിന്റെ അവതരണത്തിന് ശേഷം ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യരെ, ഇങ്ങനെ ഒന്നടങ്കം മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്ത് ആരംഭിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. വളരെ സുന്ദരമായ ഒരു അഭിസംബോധനയാണ് ഇത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവീൻ എന്നാണ്. നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്നാണ്. ഇവിടെ ഇബാദത്ത് എന്ന പദവും റബ്ബ് എന്ന അള്ളാഹുവിന്റെ നാമവും നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലൂടെ വിശദമായി തന്നെ പഠിച്ചതാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും സൃഷ്ടിച്ച, അവർക്കെല്ലാം അസ്തിത്വം നൽകിയ, അവരെയെല്ലാം രക്ഷിച്ചു പരിപാലിച്ചു വരുന്ന നമ്മുടെ റബ്ബായ, നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ കൽപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ മുസഹഫുകളിൽ രേഖപ്പെടുത്തിയത് പ്രകാരം അതിന്റെ ആദ്യത്തെ ആയത്ത് മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു തന്റെ അടിമകൾക്ക് നൽകുന്ന ആദ്യത്തെ കൽപ്പനയാണ് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന കൽപ്പന. ഇവിടെ അള്ളാഹുവിന്റെ ഈ കൽപ്പന അവൻ നൽകുന്നത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവീനെന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ കൽപ്പനയാണ് ഇത്. ഇവിടെ നിങ്ങളുടെ മുമ്പുള്ളവരെയും എന്ന് പറഞ്ഞതിൽ നിങ്ങളുടെ പൂർവികന്മാരും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്ന കൽപ്പന അത് സ്വീകരിക്കുവാൻ വേണ്ടി ബാധ്യസ്ഥരായിരുന്നു എന്ന് പണ്ഡിതന്മാരെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ധ്വനി ഈ ആയത്തിലുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ കൽപ്പന അള്ളാഹുവിന്റെ നിയമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അള്ളാഹു അവന്റെ പ്രാപഞ്ചികവും മതപരവുമായ നിയമങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ യുക്തിമാനാണ് എന്നുള്ള വിഷയം നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ അള്ളാഹുവിനെ കുറിച്ച്, വഹുവൽ അലീമുൽ ഹകീം, അവനത്രേ സർവജ്ഞനും യുക്തിമാനുമെന്ന് സൂറത്തു തഹ്രീമിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്ന് സൂറത്തു നിസായിലെ 24-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹു ഒരു സൃഷ്ടിയെയും അവന്റെ ചില യുക്തിക്കനുസരിച്ചല്ലാതെ സൃഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നതോ നിരോധിക്കുന്നതോ അനുവദനീയമാക്കുന്നതോ ആയ ഒരു നിയമവും അള്ളാഹുവിന്റെ ചില യുക്തിക്കനുസരിച്ചല്ലാതെ അള്ളാഹു നിയമമാക്കുന്നില്ല എന്ന്. എന്നാൽ സഹോദരങ്ങളെ, പ്രാപഞ്ചികവും മതപരവുമായ നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയതിലെ യുക്തി ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും, ചിലപ്പോൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുകയില്ല. അല്ലെങ്കിൽ മറ്റു ചിലപ്പോൾ ചില ആളുകൾക്ക് അത് അറിയുവാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എങ്കിലും മറ്റു ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അറിവ് മുഖേന അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ചില ഉന്നതമായ ലക്ഷ്യങ്ങൾക്കും മഹത്തായ യുക്തിക്കും അനുസരിച്ചാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ അതിലെ 115-ാമത്തെ ആയത്തിൽ കാണാം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അപ്പോൾ നാം നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സൂറത്തുൽ ഖിയാമയിലെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ?
മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഉന്നതമായ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു തന്നതും അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കൽപ്പനയായി നമ്മോട് ആവശ്യപ്പെട്ടതും. അതെ, നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന്, അള്ളാഹുവിന് മാത്രം നമ്മൾ ഇബാദത്ത് എടുക്കണമെന്ന്. ഈ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നമ്മൾ അർപ്പിക്കുവാൻ പാടുള്ളതല്ല, അള്ളാഹുവിന് മാത്രമായിരിക്കണം അത് അർപ്പിക്കേണ്ടത്. ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും മുഖ്യമായി പഠിപ്പിച്ചത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന സർവശ്രേഷ്ഠമായ ഈ ആദർശമാണ് സഹോദരങ്ങളെ. അതിലടങ്ങിയ തത്വം അത് വളരെ ലളിതവും മനസ്സിന് വളരെയധികം സ്വസ്ഥത നൽകുന്ന കാര്യവുമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിക്കുമ്പോൾ മാത്രമാണ് അത് മുഖേന മനുഷ്യന് തഖ്വയുള്ളവരാകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതാണ് ഈ ആയത്തിന്റെ അവസാനത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവർ ആകുവാൻ വേണ്ടിയാണ് അത് എന്ന്. സൂക്ഷ്മതയുള്ളവർക്ക് മാത്രമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഈ ദീനിൽ ശരിയാവണ്ണം നിലയുറപ്പിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമാണ് വിജയം പ്രാപിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ സന്മാർഗത്തിൽ നിലകൊള്ളണമെങ്കിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളിൽ ഉൾപ്പെടേണ്ടത് അത് നമുക്ക് അനിവാര്യമാണ്. ആ സൂക്ഷ്മത പാലിക്കുന്നതിന്റെ ഒന്നാമത്തെ പടിയാണ് നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്നത്. അതായത് നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണമെന്നത്. എന്താണ് സഹോദരങ്ങളെ ഈ ഇബാദത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇസ്ലാമിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനയില്ലാത്ത ഒരു കർമ്മവും ആരാധനയാവുകയില്ല, ഇബാദത്താവുകയില്ല എന്നാണ്. പ്രാർത്ഥന ഉൾപ്പെട്ടെങ്കിൽ മാത്രമേ അത് ആരാധനയായി തീരുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പഠിപ്പിച്ചു തരുന്നതാണ് ഈ ഹദീസ്. അദ്ദുആഹു ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത്. അത് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്താൽ അത് ശിർക്കായിട്ടാണ് പരിണമിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഇബാദത്ത് എന്ന വിഷയം സഹോദരങ്ങളെ, അത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്, ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം സൂറത്ത് ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഭയവും കീഴ്പ്പെടലും സ്നേഹവും പരിപൂർണമായി യോജിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഇബാദത്ത് എന്ന് തഫ്സീർ ഇബ്നു കസീർ നമുക്കിത് കാണാൻ കഴിയും. അതായത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ പ്രവർത്തിക്കുന്ന വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും മൊത്തത്തിൽ ഇബാദത്ത് എന്ന് പറയുന്നത് എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ വിഷയം ഇബാദത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.